പശ്ചിമേഷ്യയെ കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തിയ അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ നിർണായക തിരിവുണ്ടാക്കിക്കൊണ്ട് ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം ദിവസവും ആകാശം ശാന്തമായി തുടർന്നതോടെ ഗൾഫ് മേഖലയിലെ കടുത്ത ആശങ്കകൾക്കാണ് താൽക്കാലിക ശമനമായിരിക്കുന്നത്. കഴിഞ്ഞ 2 രാത്രികളിലും അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയിട്ടില്ലെന്നും US ആക്രമണം അവസാനിപ്പിച്ചതോടെ തങ്ങളുടെ തിരിച്ചടികളും നിർത്തിവെച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷിത നാവിക ഗതാഗതം ഉറപ്പാക്കാൻ ഒമാനും ഇറാനും തമ്മിൽ നയതന്ത്ര കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന സൂചനകളാണ് ഈ യുദ്ധവിരാമത്തിലേക്ക് വഴിതെളിച്ചത്. പശ്ചിമേഷ്യയിലെ കടുത്ത യുദ്ധനിഴലിൽ നിർത്തിയ ശേഷം അമേരിക്ക പെട്ടെന്ന് സൈനിക ആക്രമണങ്ങൾ നിർത്തിവെച്ചതിന് പിന്നിൽ നിർണായകരമായ പല തന്ത്രപരമായ കാരണങ്ങളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഗൾഫ് മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒമാന്റെ സജീവമായ മധ്യസ്ഥതയും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പുതിയ ധാരണകളുമാണ് ഈ അപ്രതീക്ഷിത സമാധാന നീക്കത്തിന് വഴി തുറന്നത്. ഒമാനും ഇറാനും തമ്മിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത നാവിക ഗതാഗതം ഉറപ്പാക്കുന്നതിനായി നടക്കുന്ന നയതന്ത്ര കരാർ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും. സുരക്ഷിത ഗതാഗതത്തിനായുള്ള ഈ കരാർ സാങ്കേതികവും രാഷ്ട്രീയവുമായ അവസാനഘട്ട കൂടിയാലോചനയാണെന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നയതന്ത്ര നീക്കങ്ങൾ അനുകൂലമായി പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ മുൻപ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന തങ്ങളുടെ നാവിക പ്രവർത്തനങ്ങളും ഖത്തർ ഇതിനോടകം പുനരാരംഭിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഇറാന്റെ കടുത്ത തിരിച്ചടികൾ കാരണം അമേരിക്കൻ ആയുധ ശേഖരത്തിൽ അനുഭവപ്പെട്ട വേഗത്തിലുള്ള കുറവും ഇസ്രായേലുമായി അന്തിമ കൂടിയാലോചനകൾ പൂർത്തിയാക്കാനുള്ള കാത്തിരിപ്പും സൈനിക ആക്രമണം നിർത്തിവെക്കാൻ വാഷിംഗ്ടണിനെ പ്രേരിപ്പിച്ചു. അതോടൊപ്പം തന്നെ മേഖലയിലെ യുദ്ധം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ US ഭരണ നേതൃത്വത്തിനിടയിൽ തന്നെ നിലനിൽക്കുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും വ്യോമാക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. പശ്ചിമേഷ്യൻ കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന കടുത്ത പോരാട്ടങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയായ ഒരു നിർണായക നീക്കത്തിന്റെ വിവരങ്ങൾ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഒമാൻ കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ വ്യോമാക്രമണവും അതിൽ ഉൾപ്പെട്ടിരുന്ന ഇന്ത്യൻ നാവികരുടെ നിലവിലത്തെ സുരക്ഷാ സാഹചര്യവുമാണ് ആഗോളതലത്തിലും ഇന്ത്യയിലും അതീവ പ്രാധാന്യത്തോടെ വീക്ഷിക്കപ്പെടുന്നത്. ഒമാൻ കടലിൽ മൊസാംബിക് പതാകയുടെ സർവീസ് നടത്തുകയായിരുന്ന LPG ടാങ്കർ കപ്പലിന് നേരെ ആക്രമണം നടത്തിയത് തങ്ങളാണെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. എന്നാൽ ഈ ആക്രമണത്തിന് ഇരയായ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ നാവികരും ഒടുവിൽ പൂർണ്ണമായും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം മേഖലയിലെ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന മറ്റ് ആരോപണങ്ങളെ നിഷേധിച്ച് ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണങ്ങളിൽ കുവൈറ്റും പങ്കുചേർന്നുവെന്ന രീതിയിൽ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത തികച്ചും തെറ്റാണെന്ന് കുവൈറ്റ് ഭരണകൂടം ഔദ്യോഗികമായി വ്യക്തമാക്കുകയുണ്ടായി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം വാർത്തകൾ തള്ളിക്കളയുന്നതിനൊപ്പം അന്താരാഷ്ട്ര നാവിക പാതയുടെ സുരക്ഷ ഉറപ്പാക്കാനും നീക്കങ്ങൾ സജീവമാണ്. കഴിഞ്ഞ 13 ദിവസം നീണ്ടുനിന്ന കടുത്ത യുദ്ധത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. സംഘർഷത്തിൽ 200 US സൈനികർ കൊല്ലപ്പെട്ടെന്നും 11 അമേരിക്കൻ പോർ വിമാനങ്ങൾ തകർത്തെന്നുമാണ് ഇറാന്റെ പ്രതികരണം. ഇതിനോടൊപ്പം ഇസ്രായേൽ വീണ്ടും യുദ്ധത്തിലേക്ക് ഇടപെടാൻ തുനിഞ്ഞാൽ അതിരൂക്ഷമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ശക്തമായ മുന്നറിയിപ്പും ഇറാൻ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനും സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുകയും ഹോർമൂസ് കരാർ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തതോടെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും ഗൾഫ് മേഖലയ്ക്കും വലിയ ആശ്വാസമാണ് കൈവന്നിരിക്കുന്നത്.